കണ്ട ഏറ്റവും വലിയ അണക്കെട്ട് ദുരന്തം. 25,000 പേരെ ഒറ്റ ദിവസം കൊണ്ട് തുടച്ചു നീക്കിയ മഹാദുരന്തത്തിന് 45 ആണ്ടുകൾ തികയുന്നു. മുല്ലപ്പെരിയാറിന്റെ അപകട സാധ്യതയെക്കുറിച്ച് കേരളത്തെ ആദ്യമായി ചിന്തിപ്പിച്ച ഗുജറാത്തിലെ മച്ചു ഡാം തകർച്ചയുടെ വ്യാപ്തി എത്രയാണെന്ന് അറിയുമോ? നമുക്ക് നോക്കാം. അണക്കെട്ടുകളെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുമ്പോൾ ഗുജറാത്തിലെ മച്ചു അണക്കെട്ട് ദുരന്തത്തിന്റെ ഓർമ്മകൾ എങ്ങനെയാണ് ഇന്ത്യക്ക് മറക്കാനാകുക? മുല്ലപ്പെരിയാർ കേരളത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞത് പോലും ഇവിടെ നിന്നാണ്. 45 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയെ നടുക്കിയ ആ വാർത്തയാണ് കേരളത്തിന് മേൽ വർഷങ്ങളായി ആശങ്കയുടെ മഴമേഘമായി നിൽക്കുന്നത്. ഈ വർഷം മച്ചു ഡാം ദുരന്തം നടന്നിട്ട് 45 വർഷങ്ങളാണ് പിന്നിടുന്നത്. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഡാം ദുരന്തവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാം ദുരന്തങ്ങളിലൊന്നുമാണ് മച്ചു ഡാമിന്റെ തകർച്ച. വർഷം 1979 ഓഗസ്റ്റ് 11 ആ മഹാദുരന്തം സംഭവിക്കുന്നത്. ഗുജറാത്തിലെ മോർബി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മച്ചു 2 അണക്കെട്ടായിരുന്നു ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രം. മച്ചു നദിയിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഡാമിനും ഈ പേര് തന്നെ ലഭിച്ചത്. 1800 മുതൽ 25,000 വരെ ആളുകൾ ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക അനൌദ്യോഗിക കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ കാലത്തെ മൂല്യം വെച്ച് കണക്കാക്കിയാൽ 2200 പരം കോടി രൂപയുടെ നാശനഷ്ടവും ഗുജറാത്തിൽ സംഭവിച്ചുവെന്നാണ് കരുതപ്പെടുന്നത്. 1959 മച്ചു 1 എന്ന് പേരുള്ള ആദ്യ ഡാം ഈ മേഖലയിൽ നിർമ്മിച്ചത്. 1972 ഇതിനു താഴെയായി മച്ചു 2 ഡാമും പൂർത്തിയായി. 1829 ചതുരശ്ര മീറ്റർ കാച്ച്മെന്റ് ഏരിയയിലുള്ളതായിരുന്നു പുതിയ ഡാം. പ്രളയ നിർമ്മാർജ്ജനമായിരുന്നില്ല ഡാമിന്റെ പ്രവർത്തന ലക്ഷ്യം. സൗരരാഷ്ട്ര മേഖലയിലെ വളർച്ചയ്ക്ക് ഒരു പരിഹാരമാകാനും കർഷകർക്ക് ജലസേചനം ഉറപ്പുവരുത്താനുമായിരുന്നു മച്ചു 2 ഡാം നിർമ്മാണത്തിന്റെ ഉദ്ദേശം തന്നെ. 206 മീറ്റർ നീളമുള്ള സ്പിൽവേയിൽ 18 സ്ലൂയിഡ് ഗേറ്റുകളാണ് ഉണ്ടായിരുന്നത്. സെക്കൻഡിൽ 5663 ക്യൂബിക് മീറ്റർ ആയിരുന്നു സ്പിൽവേയുടെ ശേഷി. നദീജല നിരപ്പിൽ നിന്ന് 74 അടി പൊക്കത്തിലായിരുന്നു ഡാം സ്ഥിതി ചെയ്തത്. 1,00,000 ക്യൂബിക് ഡെക്കാമീറ്റർ ആയിരുന്നു ഈ അണക്കെട്ടിന്റെ സംഭരണ ശേഷി. കാര്യങ്ങളൊക്കെ തകിടം മറിച്ചത് ഗുജറാത്തിൽ അന്ന് പെയ്ത മഴയായിരുന്നു. 1979 ഓഗസ്റ്റ് മാസം പ്രദേശത്ത് ശക്തമായി മഴ പെയ്തുകൊണ്ടേയിരുന്നു. ഇതേ തുടർന്ന് മോർബി ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി. ഉയർന്ന പ്രദേശങ്ങളിലേക്കും വെള്ളം കയറാൻ തുടങ്ങി. ജലത്തിന്റെ ഒഴുക്ക് സെക്കൻഡിൽ 16,307 ക്യൂബിക് മീറ്ററിലേക്ക് ഉയർന്നു. ഡാമിന്റെ ആകെ ശേഷിയുടെ 3 മടങ്ങായിരുന്നു വെള്ളത്തിന്റെ അളവ്. ശക്തമായ മഴയും വെള്ളത്തിന്റെ ഒഴുക്കും തുടർന്നുകൊണ്ടേയിരുന്നു. ഇതേ തുടർന്നാണ് പെട്ടെന്ന് മച്ചു ഡാമിന്റെ മതിലുകൾ പൊട്ടിത്തുടങ്ങുന്നത്. വലിയ ശബ്ദത്തോടെ ഡാം മുഴുവൻ തകർന്നു തരിപ്പണമാകാൻ അധികം സമയമെടുത്തില്ല. കല്ലും പാറകളും ഒക്കെയായി ഡാമിന്റെ അവശിഷ്ടങ്ങളും താഴേക്ക് പതിച്ചു. 12 മുതൽ 20 അടി വരെ പൊക്കത്തിൽ പ്രളയജലം ഡാമിൽ നിന്ന് പുറപ്പെട്ടു. വൈകുന്നേരം 3:30 പ്രളയജലം തൊട്ടു താഴെയുള്ള മോർബി വ്യാവസായിക പട്ടണത്തെ മുക്കിക്കളഞ്ഞു. 30 മീറ്റർ വരെ ജലനിരപ്പ് ഉയർന്നു. അടുത്ത 6 മണിക്കൂറിനുള്ളിൽ മോർബി പട്ടണത്തിൽ 20 അടി വരെ പൊക്കത്തിൽ ജലം ഉയർന്നുകൊണ്ടിരുന്നു. ആളുകൾ രക്ഷയ്ക്കായി കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിലും കുന്നിന് മുകളിലുമൊക്കെ വലിഞ്ഞു കയറി. പക്ഷേ ഉയർന്ന കെട്ടിടങ്ങളെ പോലും അധികം വൈകാതെ പ്രളയജലം മുക്കിക്കളഞ്ഞു. രക്ഷ തേടി കെട്ടിടത്തിന് മുകളിൽ കയറിയ മനുഷ്യരെയൊക്കെ പ്രളയജലം കൊണ്ടുപോയി. മനുഷ്യൻ എത്ര നിസ്സാരനെന്ന് തോന്നിപ്പോയ മണിക്കൂറുകളാണ് കടന്നുപോയത്. പ്രളയജലത്തിന്റെ കെടുതികൾ പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പിന്നെയും ദിവസങ്ങളെടുത്തു. കൈക്കുഞ്ഞിനെ രക്ഷിക്കാൻ നെഞ്ചിൽ അടുപ്പിച്ചു വെച്ച് വെള്ളത്തിലാണ്ടുപോയ അമ്മയുടെ ജഡമായിരുന്നു ആ ദുരന്തത്തിന്റെ മുഖചിത്രം പോലും. ഒഴുകി വരുന്ന മൃതശരീരങ്ങളും ചത്ത കന്നുകാലികളും മറ്റു മൃഗങ്ങളുമൊക്കെ മച്ചു 2 ദുരന്തത്തിന്റെ കരളലിയിക്കുന്ന കാഴ്ചകളാണ്. ആൾനാശം കൂടാതെ കനത്ത കൃഷിനാശവും പരിസ്ഥിതി നാശവും ദുരന്തം മൂലം ഉടലെടുത്തു. പിൽക്കാലത്ത് ഗുജറാത്തി ഭാഷയിൽ മച്ചു എന്ന പേരിൽ ഒരു ചലച്ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട്. മച്ചു ദുരന്തത്തിന്റെ ദുരിതങ്ങളായിരുന്നു ഇതിന്റെ പ്രമേയം. ദുരന്തത്തിന് ശേഷം കുറച്ചു കാലം കഴിഞ്ഞ് മച്ചു ഡാം പുനർനിർമ്മിക്കപ്പെട്ടിരുന്നു. സെക്കൻഡിൽ 21,000 ക്യൂബിക് മീറ്ററാണ് ഇപ്പോഴതിന്റെ സംഭരണശേഷി. മച്ചു ഡാം ഒരു ഓർമ്മപ്പെടുത്തലാണ്. പക്ഷേ മച്ചുവിന്റെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരു സംഘടനയും അതിനുവേണ്ടി സംസാരിച്ചിരുന്നില്ല. അധികാരികൾ അപകടത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥയോ? എത്ര വർഷങ്ങളായി മലയാളികൾ ഈ ആശങ്കകൾ പങ്കുവെക്കുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? മച്ചു ഡാമിന് വില്ലനായതും മഴ തന്നെയാണ്. അതേ ഭൂപ്രകൃതിയാണ് കേരളത്തിനുമുള്ളത്. മച്ചുവിന്റെ പ്രായം നന്നേ കുറവായിരുന്നു. മുല്ലപ്പെരിയാറിന് പ്രായം 129 വയസ്സാണ്. ഇനി പറയൂ, നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റായി രേഖപ്പെടുത്തൂ. അപ്പോൾ ഗുജറാത്തിൽ സംഭവിച്ച ഈ ദുരന്തത്തിന്റെ കഥ പരമാവധി നമ്മൾ മലയാളികളിലേക്ക് എത്താനായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.